നേർക്ക് നേരെ സഹായം തേടുമ്പോൾ അതിനൊക്കെ പിടിച്ച് തവസ്സുലാക്കിയാൽ എന്തൊരത്ഭുതമാണത്. പകരം ഉസ്താദ് അതാ വളരെ ശക്തമായി, നമ്മക്കൊരു വിഭാഗത്തോട് പ്രത്യേക വെറുപ്പൊന്നുമില്ലല്ലോ. സത്യമാര് പറഞ്ഞാലും നമ്മൾ കൂടെ ഉണ്ടാവും, അതല്ലേ? എന്താ ഇസ്തിഗാസന്റെ ഹുക്മ്? അഹ്സനി പറയട്ടെ, വെച്ചോളി. സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമം വന്നാല് മുത്തുനബിനെ ഔലിയാക്കളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഔലിയാക്കളെ വിളിക്കുന്നത് ശിർക്കാണ്. വിളിക്കുന്നത് പാടില്ല എന്ന് മാത്രമല്ല, അത് ചെയ്താൽ കാഫിറായി പോകും. സുന്നത്തായ കർമ്മത്തെ പറ്റി കാഫിറായി പോകും. നിങ്ങൾ എവിടെ വെച്ച് ആര് പറഞ്ഞാലും ചോദിച്ചോ ഇസ്തിഗാസന്റെ വിധി എന്താണ് എന്ന് ചോദിച്ചാൽ ഉറക്കെ മറുപടി പറയണം, സുന്നത്ത്. പറയൂ, ഇസ്തിഗാസന്റെ വിധി എന്താണ്? സുന്നത്ത്. അങ്ങനെ കഴിഞ്ഞ്. സുന്നത്ത് പറഞ്ഞാൽ ചെയ്താൽ കൂലി ഉണ്ടാവും, ചെയ്തില്ലാച്ചൊരു കുറ്റമൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഇസ്തിഗാസന്റെ വിധി. തവസ്സുലിന്റെ വിധി എന്താണ്? സുന്നത്ത്. ചിലവരാണ് ഈ തവസ്സുല് സുന്നത്താണ്, ഇസ്തിഗാസ ഒരു തിരിഞ്ഞളിയാ. അള്ളാന്റെ റസൂൽ പിന്നെ നിന്റെ പഠനമോ പാണ്ഡിത്യമോ അവിടെ ഒന്നുമല്ല. ജീലാനി തങ്ങളെ വിളിക്കാൻ എന്റെ ഉസ്താദ് വൈലത്തൂർ ബാവുസ്താദ്, എന്റെ ഉസ്താദുമാണ് വൈലത്തൂർ ബാവുസ്താദ്. അതാണ് ആ പഠിപ്പിച്ച ആ ഉസ്താദുമാരുണ്ടല്ലോ, ആ വഴിയിലുള്ള ഇപ്പൊ രണ്ടാശരിമാരാണ് അല്ലേ? ഒരു സ്പെഷ്യൽ സല്യൂട്ട് കൊടുക്കണം ആർക്ക്? പകരായസനിക്ക്. അതങ്ങനെ തന്നെയാ പറയേണ്ടത്. അത് സുന്നത്താണ്, സുന്നത്താണ്. അതാ ഞങ്ങൾ സുലൈമാൻ ഉസ്താദിന്റെ മദ്ഹ് ഇങ്ങനെ ഇടക്ക് പറയുന്നത്. സുലൈമാൻ ഉസ്താദ് പഠിപ്പിച്ച ആശയാണത്. സുലൈമാൻ ഉസ്താദിനെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു ടീമിലും കൂട്ടണ്ട, അവര് വേറെ തന്നെയാണ്. അത് ആ മുഖത്ത് തന്നെ നോക്കിയാൽ അറിയാം. ആ മുഖത്തിന്റെ വിനയവും അവരുടെ ആ ഒരു താഴ്മയും അതൊക്കെ എടുത്തു പറയേണ്ടതാണ്. കാലഘട്ടങ്ങളിലെ ഇക്കാലത്തെ മശായിഖുമാര് പോലും അവരെ കുറിച്ച് അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളെ ഈ ഫിത്നയും ഫസാദും ഈ പിന്നെ ഗുണ്ടായിസവും ഇതിലൊന്നും സുലൈമാൻ ഉസ്താദില്ല. മനസ്സിലായോ? അവരുടേതായ ആ രീതിയിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ച ആശയങ്ങളാണിത്. ഈ ആശയം ഞങ്ങൾ ഒന്നിച്ചു പറയുമ്പോ അതെങ്ങനെ മൊയ്ലിയന്മാരെ തെറിയാകുന്നത്? ഇതിപ്പോ ഈ ചാലിയത്തെ പള്ളിയിൽ റബീഉൽ ആഖിറിൽ നടന്ന സദസ്സിൽ പറഞ്ഞതാ. അത് കുറഞ്ഞ കാലമായിട്ടുള്ളത് പറയാൻ കാരണമുണ്ട്. ഇവരെല്ലാരും കൂടി ഇറങ്ങീന്, ആ ജമാഅത്തായിട്ട് ഇറങ്ങിയതാ ഇസ്തിഗാസ ഇല്ലാതെയാക്കാൻ. എല്ലാരും ഇറങ്ങിയാണ്, വെറുതെ പറയല്ല. ഞാൻ അതിന്റെ പരമ്പര, വാപ്പിയും മോനും മരോനും ശിഷ്യനും അമ്മായിയും എളാപ്പിയും അമ്മായിക്കാക്കി എല്ലാരും കൂടി ഇറങ്ങിയതാണ് ഇസ്തിഗാസയെ നശിപ്പിക്കാൻ. പക്ഷേ മതിയാവില്ലട്ടോ, ഇതിനെ സ്ഥിരപ്പെടുത്താനുള്ള കാലഘട്ടത്തിലെ മശായിഖുമാർ ഇവിടെ ഉള്ള കാലത്തോളം ഇസ്തിഗാസ നിർത്തലാക്കാൻ കഴിയില്ല. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ദഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോ ഗൗസുല്ലാദം തങ്ങളെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. നേരെ ഇടപെടലൊന്നുമില്ല, നേർക്ക് നേരെ അള്ള കൊടുത്തതാണ്. അത് പറയേണ്ടിയില്ല. അവരെ ഇങ്ങനെ പറഞ്ഞതിനെ ലഘൂകരിച്ച് കൊണ്ടുപോകുന്നു വേണ്ട. ബലിപ്പോ തവസ്സുലേ ഉള്ളൂ. തവസ്സുലിന്റെ അപ്പുറത്തുള്ളത് പ്രാർത്ഥനയാകുന്നാണ് നമ്മളെ മരുമകൻ പറയുന്നത്. ഒന്ന് കേട്ടോളൂ. ഖബർ ഒരുപക്ഷെ അത് സ്വർഗമാണ്. സ്വാലിഹായ ധാരാളം അമല് ചെയ്ത ആളാണെങ്കിൽ ആ ഖബർ സ്വർഗം തന്നെ. ഒരു മോമിനായ മനുഷ്യൻ കുറെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന്റെ തോതനുസരിച്ച് ശിക്ഷ ലഭിക്കുമെങ്കിലും അവസാനം അവർ സ്വർഗത്തിന്റെ ആളുകളായി മാറും. അങ്ങനെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലും മോമിനീങ്ങളുടെ ഖബറിനെ ബഹുമാനിക്കണം. പക്ഷേ അവരോട് പ്രാർത്ഥിക്കുക അത് ഖുർആൻ പറഞ്ഞിട്ടില്ല. അവരെ തവസ്സുലാക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവരെ തവസ്സുലാക്കി അള്ളാഹിനോട് ദ്വാരക്കുക, അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. ശൈലി പോലെ ആരുടേത്? മുജാഹിദ് ബാലുശ്ശേരിയുടേത്. എങ്ങനെ ഓങ്ങൾക്ക് ദ്വാരക്കാതിരിക്കുക? തവസ്സുലിന്റെ അപ്പുറം അവരോട് നേരിട്ട് ഔസുല്ലാദമിനോട് തേടിയാൽ അതെങ്ങനെ പ്രാർത്ഥനയാവുക? ഏത് പ്രാർത്ഥന? ബലി ശിർക്കാരന പ്രാർത്ഥന. അപ്പൊ ആ വാക്ക് പോലും അവർ കടമെടുത്തു. ഇതൊരു മരുമകൻ മാത്രല്ല, ഈ മകനൊന്ന് വന്നോട്ടെ, മകൻ പറഞ്ഞ് ഞങ്ങൾ ആരോട് അങ്ങനെ വിളിക്കലെന്നല്ല എന്നാണ്.
അതൊന്ന് വെച്ചു കൊടുക്കും. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാഹ്. അപ്പൊ ചിലർക്കൊരു സംശയം, മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സ്മരിക്കുന്ന മാസല്ലേ ഇപ്പൊ എല്ലാവരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു സമയമല്ലേ? നിങ്ങളല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. അതന്നെയല്ലേ ഖുർആനും പറഞ്ഞത്. പിന്നെ എന്തിനാ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത്? നമ്മളാരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനോട് ചോദിക്കാറില്ല, ഒരു ബദരീകളോടും ചോദിക്കാറില്ല, ഒരു നേതാക്കളോടും ചോദിക്കാറില്ല. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ദുആ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ അള്ളാഹിനോട് തേടാറുണ്ട്. അത് അള്ളയും റസൂലും പഠിപ്പിച്ചതാണ്. പക്ഷെ തേടുമ്പോ തന്നെ അമ്പിയാക്കന്മാര് തേടിയ ദുആനാണ് മുൻതൂക്കം. അതാ റബ്ബനാ ളലംനാ അൻഫുസനാ പോലെയുള്ള ദുആ. ഇനി റസൂലുള്ളാഹിനെ അല്ലെങ്കിൽ ബദരീങ്ങളെ ഇടയാളന്മാരാക്കി തവസ്സുലും ഞങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താണെന്നറിയോ? അത് നേർക്ക് നേരെ മുഹയ്യിദ്ദീൻ ശൈഖിനോടുള്ള തേട്ടം എന്നോട് തേടുവീൻ, വേണ്ടുന്നതഫേരും എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ. നേരിട്ട് തേടുന്നവരാണ് ഞങ്ങൾ. അത് അല്ലാഹു പറഞ്ഞതാണ്. റസൂലിന്റെ സ്വഹാബത്ത് നേരിട്ടാ തേടിയത്. അസ്അലുക, നബി അങ്ങയോട് ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സ്ഥാനം. കണ്ടോ നിങ്ങൾ? അപ്പൊ കണ്ടോ എല്ലാരും പേരൊണ്ട മോനാത്. എന്നിട്ട് പിന്നെ എങ്ങനെ കിടന്നു വയല. ഞാൻ അതല്ല പറഞ്ഞത്. എന്ത് പറഞ്ഞത്? നേരെ മലയാളമല്ലേ അത്. ഞങ്ങളാരും മുഹയ്യിദ്ദീൻ ശൈഖിനോട് തേടുന്നില്ല. അതിന്റെ നേരെ എതിരാ നമ്മൾ. ഞങ്ങളെല്ലാം മുഹയ്യിദ്ദീൻ ശൈഖിനോട് തേടുന്നവരാണ്. കണ്ടങ്ങളെ വ്യത്യാസം. റസൂലുള്ളാഹിനോട് തേടുന്നത് അദബ് കേടാണ് അവര്. അല്ല, അതാണ് അദബ്. നമ്മള് ആരാ ശരിയായ സുന്നി? നേർക്ക് നേരെ ഇങ്ങനെ വരച്ചു നോക്കിയ കൃത്യല്ലേ അത്. പേരോണ്ട വേറൊരു പ്രധാന ശിഷ്യനും കുറ്റ്യാടി സിറാജുൽ ഹുദയിലെ മുദരിസുമായിരുന്ന ചെറുമോത്ത് പറയുന്നത് കേട്ടോളി. എല്ലാ അബദ്ധാണ് സംഗതി. ഇമാമിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് അള്ളാഹു കേൾക്കും. അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളെയാണ് അവൻ വിളിക്കുന്നത്, എന്റെ ഇഷ്ടപ്പെട്ട ആളെയാണ് അവൻ വിളിക്കുന്നത് എന്നുള്ള നിലക്ക് അള്ളാഹ് സഹായിക്കും എന്ന നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതുപോലെ അത് അവരോടുള്ള ഒരു തഅലീമിന്റെ ഭാഗവും കൂടിയാണ് നമ്മൾ അവരെ വിളിക്കുക എന്നുള്ളത്. ഒരു തഅലീമാണ്. മഹാന്മാരെ ആദരിച്ചു എന്നുള്ള നിലക്ക് അള്ളാഹു തആല തരികയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരോടല്ല നമ്മൾ സാധാരണ ചോദിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇബ്നു തൈമിയ ഇസ്തിഹാസനെ എതിർത്തപ്പോ ഇസ്ലാമിൽ തന്നെ പുറത്തു വന്ന കോലത്തിലായി പോയി എന്നൊക്കെ പറയാൻ കാരണം ആ മഹാന്മാരെ ആദരിക്കുന്നതിനെതിരായതുകൊണ്ടാണ്. അപ്പൊ ഒരു ആദരവ് ആണത്. ഇതിങ്ങനെ അത് അതിൽ നിന്നൊക്കെ മൊത്തത്തിൽ എന്ത് ചെയ്തു, ഈ ഇസ്തിഹാസയുടെ ആൾക്കാർ ഓവറാക്കിയിട്ട് പിടുത്തം വിട്ടു എന്ന് തോന്നിയോണ്ട് ഓം കൂടി കൂട്ടിച്ചേർത്താണ് എതിരഭിപ്രായം പറയാം. എല്ലാ വിളിയും ആര് എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും മഹാന്മാരെ അള്ള കേൾക്കും പോലെ കേൾക്കും എന്നൊക്കെ ആയിരിക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളെ കുറച്ച് മുമ്പുള്ള ഇമാമിങ്ങൾ തന്നെ പറഞ്ഞ ബദരീങ്ങളെ ബർക്കത്തിനാൽ തുണ, അല്ലേ, മൊയ്തീൻ ശൈഖിന്റെ ബർക്കത്തിനാൽ കാക്കണേ, അങ്ങനെയല്ല ഓല് പഠിപ്പിച്ചേ. ഇസ്തിഹാസ തന്നെ തവസ്സുലാണ് ശരിക്കും ഇമാമികൾ പഠിപ്പിച്ചതിൽ ഉള്ളത് തന്നെ. കണ്ണുകള് ഇത് മാറി. തവസ്സുല് വഹാബിക്ക് വരെ പ്രശ്നമല്ല. തവസ്സുല് ശിർക്കാന്നുള്ള അഭിപ്രായം ഓൽക്കന്നല്ല. അപ്പൊ ചെറിയൊരു വിഷയത്തിലെ ഇവിടെ തർക്കമുള്ള പറഞ്ഞ അള്ളാഹ് ഓല് കേൾക്കണം തന്നെയല്ല. ചെറുമോത്ത് സഖാഫി എന്ന പേരോടിന്റെ ശിഷ്യന് ചാലിയം പള്ളിയിൽ വെച്ച് പകരാഹ്സനി കൊടുത്ത മറുപടി എത്ര പ്രസക്തമാണ്. കേട്ടു നോക്കൂ നിങ്ങൾ. അങ്ങനെ ലൈറ്റ് കടത്തിയാലേ മുഹയ്യിദ്ദീൻ ശൈഖ് കേൾക്കുള്ളൂ. മാത്രമല്ല നമ്മൾ ഒച്ചട്ടാലേ കേൾക്കും. നമ്മൾ എത്ര ഒച്ചട്ടാലും ആ ബീച്ചിക്ക് വരെ കേൾക്കൂല. വെറുതെ പിന്നെ എന്നിട്ടല്ലേ ബഗ്ദാദ് കേൾക്കാൻ. അപ്പോൾ ആ ഒച്ച കൊണ്ടൊന്നല്ല കേൾക്കുന്നത്, അത് കറാമത്തോണ്ടുള്ള കേൾവിയാണ്. അത് മെല്ലെ ചൊല്ലിയാലും ഉറക്ക കേൾക്കുന്നതാണ്. അത് മുത്തുനബി കേൾക്കും, ഔലിയാക്കൾ കേൾക്കും. ആര് പറഞ്ഞു കേൾക്കുന്നു? ഒരാളെ പ്രസംഗത്തിനുണ്ട് കേൾക്കാൻ. ചിലപ്പം കേട്ടോളം തന്നെ ഇല്ല. അയാളെ പേര് പറഞ്ഞ് ബർക്കത്തോണ്ട് അള്ള ശരിയാക്കി തരലാണ്. അള്ള തന്നെയാണ് എല്ലാം ശരിയാക്കി തരല്. കേട്ടാലും ശരിയാക്കി തരല അള്ള തന്നെയാണ്. അള്ളല്ലാതെ ഒന്നിനും കഴിയൂല. അതിന് കേട്ടാലും അള്ള തന്നെയാണ് ശരിയാക്കി തരല്. പേര് പറഞ്ഞ ബർക്കത്തോണ്ടെന്നല്ല. കേൾക്കുന്ന ആര് പറഞ്ഞു? ആ ഇജ്ജി പറഞ്ഞതല്ല, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞാണ്. കുന്തു സമാഹുല്ലദീ യസ്മഉ ബിഹി എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞാണ്. ഞാൻ കേൾക്കും, ഞാൻ അവനെ കേൾപ്പിക്കുന്നു. അള്ളാഹു തആല പറഞ്ഞതാണ്. ആ പറഞ്ഞു എന്ന് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച. അത് എൻ്റെ തീരുമാനമല്ല. അത് കേൾക്കോ ചിലപ്പം കേട്ടോളം തന്നെ ഇല്ല. ഇങ്ങനെ അർഷം ഇരുന്നിട്ട് ഇങ്ങനെ അർറഹ്മാൻ അല്ല അർഷിസ്ത ഉണ്ടാക്കുക. എന്താണെന്നറിയോ?
ദീനായിട്ടാണ് ഈ കോപ്പറാട്ടിയും കോൽക്കളിയും കളിച്ചത്. ഒരു പേടിയില്ലല്ലോ, കേട്ടോളം തന്നെ ഇല്ല. ഓ മുജിത്തയ്യിദ് മുസ്തഖില് മൂത്തിലൊക്കെ എന്തൊരു കഷ്ടാണ് തമ്പുരാന് ഒരൊറ്റ. ഏതായിരുന്നാലും ഞാൻ 30 വട്ടാണ് വിളിച്ചത്. മുമ്പിലുണ്ടായ 2 കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അത്രയും ഗൗരവത്തിൽ അത് പറയണം. കേട്ടുകൊള്ളണല്ലോ എന്ന് ആരാ പറയുന്നത്? സുന്നികളുടെ കാശ് കൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കി വ്യാജ കറാമത്തും പറഞ്ഞ ആളുകൾക്കിടയിൽ ഇറങ്ങി വന്നിട്ട് പറയാ കേട്ടോളന്ന് തന്നെയല്ല. അല്ലാഹ് പറഞ്ഞതോ കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി, അവർ കേൾക്കുന്ന കേൾവി ഞാനാകും എന്ന് പറഞ്ഞാൽ ഏതും കേൾക്കാനും കാണാനും അവർക്ക് കഴിയും. നിർവം പറയാ കഴിയൂല. നമ്മൾ റസൂലുള്ളാഹിനെ വിളിക്കന്നെ വേണം. മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി അത് തെളിയിക്കണം. ബദരീങ്ങളെ യാ അഹ്ല ബദർ ശുഹദാ, ഇതല്ലേ ബദർ മൗലിദിലെ വിളി. ബദരീങ്ങളെ എന്നല്ലേ വിളിക്കല്, മമ്പറന്തങ്ങളെ എന്നല്ലേ വിളി. ആ വിളി നമ്മൾ നിർത്താൻ പറ്റൂല. പ്രിയപ്പെട്ട പകരാശരി, നിങ്ങൾ കഴിഞ്ഞ മാസം ഈ ചാലിയത്ത് വെച്ച് നടത്തിയ ആ പ്രഭാഷണം വളരെ പ്രൗഢമാണ്. 1000 അഭിനന്ദനങ്ങൾ പ്രത്യേകം നിങ്ങൾക്കറിയിക്കുകയാണ്. ഞങ്ങൾക്കതിന് പിശുക്കില്ല. നിങ്ങളും നമ്മളും തമ്മിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിന്ന്. അതാരോ പറഞ്ഞ നിങ്ങൾ പറഞ്ഞതൈക്കാരം. ഇനി ഞങ്ങളെന്ത് പറയുന്നു നോക്കിയിട്ടുമല്ല ഞങ്ങൾ പറയാം. ഞങ്ങൾ ദീനിനാണ് മുഖ്യം. അതുകൊണ്ട് പേരോടിനെയും പേരോടിൻ്റെ അരുമ ശിഷ്യന്മാരായ മൂത്ത വഹാബികളെയും പള്ളിയുടെ ഉള്ളിൽ വെച്ച് തന്നെ പൊരിച്ചെടുത്ത നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ വീണ്ടും അറിയിക്കുകയാണ്. നിങ്ങൾ പിടിച്ചു നിൽക്കി, ഉറച്ചു നിൽക്കി, മശായിഖന്മാരെടുത്ത് വരി. എന്നിട്ട് അവർ പലതും പറയും, അത് നിങ്ങൾ ഭയപ്പെടണ്ട. അത് പണ്ട് മൂപ്പര് പറഞ്ഞു വെച്ചിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ കുരുവട്ടൂരിയാകും, അത് നിങ്ങൾ ഭയപ്പെടണ്ട. എന്തോ വിളിക്കട്ടെ. ആ മൂപ്പര് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ട്രോളിന് ഭയപ്പെടൂല, അങ്ങനെ തന്നെയാ നിൽക്കണ്ടി. അന്ന് പറഞ്ഞ് ഞാനൊന്ന് ഓർമ്മക്ക് വേണ്ടി വെച്ചു കൊടുക്കാണ്. അവക്ക് എന്തെങ്കിലും ഒരു ഹക്ക് തുറന്നു പറയുമ്പോഴേക്കും അത് താൻ പറഞ്ഞതിനും തന്റെ നേതാവ് പറഞ്ഞതിനും എതിരാണെങ്കിൽ ഓനെ കുരുവട്ടൂർക്കാരനാക്ക. വേറെ വല്ല പണിയും നോക്കുന്നതിന്. അല്ലാഹ് എന്നൊരുത്തൻ ഈ ലോകത്തിനെ പരിപാലിക്കുന്നുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരു കിതാബിൽ നിന്ന് കണ്ട ഒരു വിഷയം, അത് ശരീഅത്തിനെതിരല്ലാത്തൊരു വിഷയം, അത് നേരെ കണ്ടത് എടുത്തു പറയുമ്പോഴും അത് കുരുവട്ടൂർക്കാരൊക്കെ പഠിച്ചതാണ്. എന്റെയാണ് ലോകം. കാരണം സത്യമെന്നത് കുരുവട്ടൂരിലാണ് എന്ന് ലോകർക്കറിയാം. നമ്മളത് വിളിച്ചു പറയുമ്പോൾ അവര് നമ്മളെ പിടിച്ചതാക്കും അഷ്റഫി ഉസ്താദെ. പക്ഷേ നമ്മുടെ വന്യരായ ഉസ്താദ് സുലൈമാൻ ഉസ്താദ്, വന്യരായ വൈലത്തൂർ ബാവ ഉസ്താദ്, അള്ളാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരൊക്കെ വലിയ മഹാന്മാരാണ്. അവർ ഈ AP സമസ്തയിലെ ഗുണ്ടകളെ പോലെയല്ല. ഫിത്നയും ഫസാദും ഉണ്ടാക്കിയ ഒരു സംഭവം കാണാനും കഴിയില്ല. അതുകൊണ്ട് ആ ഉസ്താദുമാര് പഠിപ്പിച്ച ആശയം അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവര് ട്രോളുകയോ എന്തെങ്കിലും പേരെടുത്ത് വിളിക്കുകയോ മാറൂല. അതുകൊണ്ട്